നമ്മുടെ അടുത്ത് കുറച്ച് പപ്പീസും ഇഗ്വാനാസും ഒക്കെ വന്നെത്തിയിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഓൾ കേരള ഡെലിവറിയും പോസിബിൾ ആണ്. ആദ്യം വരുന്നത് ജർമ്മൻ ഷെപ്പേർഡാണ്. ജർമ്മൻ ബ്രീഡ് ആയിട്ടുള്ള ഡോഗാണ് ജർമ്മൻ ഷെപ്പേർഡ്. ഇതിൻ്റെ സൈസ് വരുന്നത് മീഡിയം ടു ലാർജ് ആണ്. സൂപ്പർ കമ്പാനിയനും ഇൻട്രാക്റ്റബിളും ആയിട്ടുള്ള പപ്പീസാണ്. ഡബിൾ കോട്ടായിട്ടാണ് പപ്പി വരുന്നത്. വെറൈറ്റി കളേഴ്സിലും അവൈലബിൾ ആണ്. നല്ല ഹെൽത്തി ക്വാളിറ്റി ഉള്ള പപ്പീസാണ് നമ്മുടെ അടുത്ത് വന്നിട്ടുള്ളത്. പിന്നെ വരുന്നത് കോക്കർ സ്പാനിയലാണ്. സ്പാനിയൽ ഡോഗ് ടൈപ്പ് ബ്രീഡാണ് കോക്കർ സ്പാനിയൽ. നല്ല കമ്പാനിയനായിട്ട് വീടിൻ്റെ ഉള്ളിൽ വളർത്താൻ പറ്റിയ പപ്പീസാണ്. കാണുമ്പോൾ തന്നെ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ് കോക്കർ സ്പാനിയലിനുള്ളത്. ഹെൽത്തിയും നല്ല ഹെയർ ക്വാളിറ്റിയുള്ള പപ്പീസാണ് വരുന്നത്. താല്പര്യമുള്ളവർക്ക് നമ്മൾ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ വരുന്നത് ചൗ ചൗ പപ്പീസാണ്. കാണുമ്പോൾ തന്നെ ക്യൂട്ടാണെങ്കിലും നല്ലൊരു ഗാർഡ് ഡോഗാണ് ചൗ ചൗ പപ്പീസ്. ചൈനീസ് ഏൻഷ്യൻ ബ്രീഡാണ് ചൗ ചൗ പപ്പീസ് വരുന്നത്. നല്ല പക്ക ഹെയർ ക്വാളിറ്റിയുള്ള അഫെക്ഷനബിൾ ആയിട്ടുള്ള പപ്പീസ് തന്നെയാണ് നമ്മുടെ അടുത്ത് വരുന്നത്. നമുക്ക് ഓൾ കേരള ഡെലിവറിയും പോസിബിൾ ആണ്. പിന്നെ വരുന്നത് ബീഗിളാണ്. ട്രൈ കളർ കോമ്പാക്ട് സൈസ് ആയിട്ടുള്ള പപ്പീസാണ്. ഷോർട്ട് ടൈപ്പ് ഡോഗിനെ നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ബീഗിള്. വീടിൻ്റെ ഉള്ളിൽ വളർത്താൻ പറ്റിയ ബ്രീഡാണ്. മെയിൻറ്റെയിൻ ചെയ്യാനും അതേപോലെ ട്രെയിൻ ചെയ്യാനും വളരെ എളുപ്പമായിട്ടുള്ള പപ്പീസാണ് ബീഗിള്. പിന്നെ വരുന്നത് സെയിൻറ്റ് ബെർണാർഡാണ്. ഒരു ഗാർഡ് ഡോഗിനെയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ സെയിൻറ്റ് ബെർണാർഡ് നല്ലൊരു ഓപ്ഷനാണ്. പവർഫുള്ളി നല്ല മസ്കുലർ ഡോഗാണ് സെയിൻറ്റ് ബെർണാർഡ്. സൂപ്പർ കമ്പാനിയനും അഫെക്ഷനേറ്റും അതേപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പപ്പീസാണ് വരുന്നത്. പിന്നെ വരുന്നത് വെൽഷ് കൂർഗാണ്. വീടിൻ്റെ ഉള്ളിൽ വളർത്താൻ പറ്റിയ ഷോർട്ട് ടൈപ്പ് ഓഫ് ഡോഗാണ് കൂർഗ്. എക്സോട്ടിക് കാറ്റഗറിയിൽ വരുന്ന പപ്പീസാണ്. നല്ല ക്യൂട്ടും ഹെൽത്തിയും ഇൻട്രാക്റ്റബിളും ആയിട്ടുള്ള പപ്പീസാണ് വരുന്നത്. പിന്നെ വരുന്നത് ഹസ്കിയാണ്. നല്ല ക്വാളിറ്റിയുള്ള എനർജറ്റിക് ആയിട്ടും ഹെൽത്തി ആയിട്ടും ബോളി കോട്ടും ആയിട്ട് വരുന്ന പപ്പീസാണ്. നല്ല സ്റ്റാൻഡേർഡ് പപ്പി തന്നെയാണ് വരുന്നത്. പക്ക ഹെയർ ക്വാളിറ്റീസ് ഉള്ള പപ്പീസാണ്. നമുക്ക് ഓൾ കേരള ഡെലിവറിയും പോസിബിൾ ആണ്. വീടിൻ്റെ ഉള്ളിലാണെങ്കിലും പുറത്താണെങ്കിലും വളർത്താൻ പറ്റിയ പപ്പീസാണ്. പിന്നെ വരുന്നത് ഷിറ്റ്സു ആണ്. ഒരു പെറ്റ് ഡോഗ് അല്ലെങ്കിൽ ഒരു ടോയ് ഡോഗ് ബ്രീഡാണ് ഷിറ്റ്സു. വളരെ ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന പപ്പിയാണ്. ഷോർട്ട് ടൈപ്പ് ഡോഗിനെ നോക്കുന്നവർക്ക് ഷിറ്റ്സുവും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. നല്ല ഹെയർ ക്വാളിറ്റിയുള്ള പപ്പീസ് തന്നെയാണ് നമ്മുടെ അടുത്ത് വന്നിട്ടുള്ളത്. താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം. നമ്മുടെ അടുത്ത് ലാസ്റ്റായിട്ട് എത്തിയിട്ടുള്ളത് ഇഗ്വാനയാണ്. നല്ല ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഹെർബിവോറസ് ലിസാർഡാണ് ഇഗ്വാനാസ്. ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാനും ട്രെയിൻ ചെയ്യാനും വളരെ എളുപ്പമാണ്. നല്ല അഫെക്ഷനബിളും ഇൻട്രാക്റ്റബിളും ആയിട്ടുള്ള റെപ്റ്റൈലാണ് ഇഗ്വാനാസ്. ഇതിൻ്റെ ഫുഡ് ഐറ്റംസ് വരുന്നത് ആപ്പിൾ, ബനാന, ക്യാരറ്റ്, മുരിങ്ങയില അങ്ങനത്തെ ഫുഡ് ഐറ്റംസ് കൊടുക്കാവുന്നതാണ്. താല്പര്യമുള്ളവർക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഓൾ കേരള ഡെലിവറിയും പോസിബിൾ ആണ്.